കേസ് അന്വേഷണത്തിന് തത്സമയ റിപ്പോർട്ട് CBIയോടും ആശുപത്രി തല്ലി തകർത്ത സംഭവത്തിലെ അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കാൻ ബംഗാൾ സർക്കാരിനോടും കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. അതേസമയം സംഭവത്തിൽ രാജ്യത്താകെ പ്രതിഷേധം കത്തുകയാണ്. കൊൽക്കത്തയിൽ അർദ്ധരാത്രിയും വലിയ പ്രതിഷേധമാണ് അരങ്ങേറിയത്. ജൂനിയർ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട RG കർ മെഡിക്കൽ കോളേജിൽ പുതുതായി നിയമിച്ച പ്രിൻസിപ്പലിനെയും മാറ്റി. പുതിയ പ്രിൻസിപ്പൽ സുഹൃത പാൽ, മെഡിക്കൽ സൂപ്രണ്ടും വൈസ് പ്രിൻസിപ്പലുമായ ബുൾബുൾ മുഖോപാധ്യായ, നെഞ്ചുരോഗ വിഭാഗം മേധാവി ഡോക്ടർ അരുണാവ ദത്ത ചൌധരി എന്നിവരെയാണ് പശ്ചിമബംഗാൾ ആരോഗ്യവകുപ്പ് മാറ്റിയത്. പ്രതിഷേധിച്ചിരുന്ന RG കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ജൂനിയർ ഡോക്ടർമാരുടെയും മെഡിക്കൽ വിദ്യാർത്ഥികളുടെയും ആരോഗ്യരംഗത്തെ മറ്റുള്ളവരുടെയും ആവശ്യം മാനിച്ചാണ് തീരുമാനമെന്നാണ് സംസ്ഥാന ആരോഗ്യ സെക്രട്ടറിയുടെ വിശദീകരണം. RG കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ കൽക്കട്ട നാഷണൽ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ പ്രിൻസിപ്പലായി നിയമിച്ചുകൊണ്ടുള്ള മുൻ വിജ്ഞാപനം സർക്കാർ പിൻവലിച്ചതായി ആരോഗ്യ സെക്രട്ടറി അറിയിച്ചു. കഴിഞ്ഞ ദിവസം ആരോഗ്യ പ്രവർത്തകർ സംസ്ഥാന ആരോഗ്യവകുപ്പ് ആസ്ഥാനമായ സ്വസ്ഥ ഭവനിലേക്ക് പ്രതിഷേധ റാലി നടത്തിയിരുന്നു. RG കർ പ്രിൻസിപ്പലിനായി നിയമിച്ച സുഹൃത പാലിനെ മാറ്റുക, CNMCH സന്ദീപ് ഘോഷിനെ നിയമിക്കുന്നതിനുള്ള വിജ്ഞാപനം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടിരുന്നു. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സമരവുമായി മുന്നോട്ടു പോകുമെന്നും ഡോക്ടർമാർ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് നടപടി. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.